അങ്ങനെ നമ്മുടെ അപ്പച്ചേട്ടായി സ്കൂളിൽ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഇഡലിയും ചമ്മന്തി ആയിരുന്നേ. അപ്പോൾ ആളിതാ ഇഡലിയും ചമ്മന്തിയും കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ നേരെ പോയത് സുന്ദരക്കുട്ടപ്പനാവാൻ. ചന്ദനക്കുറിയൊക്കെ തൊട്ട് ചന്ദനക്കുറി ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക്. പിന്നെ കുഞ്ഞിപ്പെണ്ണപ്പണിയൊക്കെ എണീറ്റ് കിടക്കുമായിരുന്നു. കുഞ്ഞിപ്പെണ്ണൻ്റെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞ് ചേട്ടായിനെ മിസ് ചെയ്യുമെന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പോൾ എന്നോട് പറയണ്ട അമ്മ ഞാൻ പോണോന്ന്. ആൾക്ക് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ ഞാൻ പോയില്ലെങ്കിൽ ടീച്ചർ ചീത്തറിയും ഇതാണെന്നൊക്കെ പറഞ്ഞ് ആളെ വിട്ടു. ആളെ ഒരു പരുവത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോട്ടോ. എന്നാലും കുഞ്ഞാവെടുത്ത് പോകാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കുഞ്ഞുവാവൻ എടുത്തോണ്ടാവും പോകാൻ ഇറങ്ങിയപ്പോഴും വീണ്ടും എടുത്തു ഉമ്മം വെച്ച്. ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക്. കുഞ്ഞാവിന് കൊണ്ടുപോകട്ടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ അമ്മാമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് എനിക്കും ഉമ്മയൊക്കെ തന്ന് കുഞ്ഞാവയ്ക്കും കൊടുത്ത്. കുഞ്ഞാവയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് മതിയാവണില്ല. പിന്നെ അച്ചാച്ചനും കൊടുത്തു കേട്ടോ. നമ്മുടെ അവിടെ സ്കൂൾ ബസ് വരല ഇച്ചിരി അങ്ങ് മാറിപ്പോണം കേട്ടോ. അപ്പോൾ അച്ചായി കൊണ്ടുവന്നാക്കാരനും പറഞ്ഞു. പിന്നെ വണ്ടി കയറി എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നു. പക്ഷെ എനിക്ക് സങ്കടം വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര ദിവസമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നിട്ടേ. പിന്നെ കുഞ്ഞാവിനെ മിസ് ചെയ്യുന്ന ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ആളങ്ങ് പോയി കേട്ടോ. ഇച്ചിരി അങ്ങ് പോയാൽ മതി, അവിടെ സ്കൂൾ ബസ് വരും. അപ്പോൾ അച്ഛൻ കൊണ്ടുവന്നാക്കാനായിട്ട് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ.